കേരളീയത്തിൻ്റെ അഴിമതി എന്ന പങ്ക്തിയുടെ മൂന്നാമത് എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹോസ്റ്റലുകളിൽ സ്ഥാപിച്ച സോളാർ പ്ലാന്റിൻ്റെ ക്രമക്കേടിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ പട്ടികജാതി പട്ടികവർഗ ഹോസ്റ്റലുകളിൽ നടപ്പാക്കുന്ന ആധുനീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഊർജ പ്രതിസന്ധി പരിഹരിക്കുക, പരിസ്ഥിതി സൗഹാർദ്ദമായി തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കുകയുമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പകൽ സമയത്ത് ഹോസ്റ്റലിൽ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന വൈദ്യുതി KSEBക്ക് വൈദ്യുതി ബോർഡിന് നൽകാനായിരുന്നു പരിപാടി. രാത്രിയോ മഴക്കാലത്തോ ആവശ്യത്തിന് വൈദ്യുതി മടക്കി നൽകണം എന്നും വ്യവസ്ഥ ചെയ്തു. ഹോസ്റ്റലുകളിലെ കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ വൈദ്യുതി, പരീക്ഷാ സമയങ്ങളിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുകയാണെങ്കിൽ കുട്ടികളുടെ പഠനത്തെ ബാധിക്കാതിരിക്കുവാനുള്ള പദ്ധതി, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ, അതേപോലെ തന്നെ ലൈബ്രറിക്ക് ആവശ്യമായ വൈദ്യുതി, ഇതെല്ലാം തന്നെ സോളാറിൽ നിന്ന് ലഭിക്കുമെന്നായിരുന്നു ആ പദ്ധതിയുടെ ലക്ഷ്യം. ഹോസ്റ്റലുകളിലെ വൈദ്യുതി ഫീസ് അല്ലെങ്കിൽ വൈദ്യുതി ചാർജ്, ഭീമമായ വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പദ്ധതി ആവിഷ്കരിച്ചത്. എന്നാൽ ഈ പദ്ധതി ഒന്നും തന്നെ ലക്ഷ്യം നേടിയില്ല എന്നാണ് ഇന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 43 പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലും 3 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലുമാണ് 2017 പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഭരണാനുമതി നൽകിയത്. വാറണ്ടിക്കൊപ്പം മെയിൻ്റനൻസും കരാറിൽ രേഖപ്പെടുത്തിയിരുന്നു. ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് സോളാർ സിസ്റ്റത്തിന് പതിവ് നിരീക്ഷണം നടത്തണമെന്ന് നിർദ്ദേശം നൽകി. പദ്ധതി നടപ്പാക്കുന്ന ഏജൻസികൾ മാറ്റി സ്ഥാപിക്കാനുള്ള ഗ്യാരണ്ടി വാങ്ങണമെന്നും നിർദ്ദേശിച്ചു. പട്ടികജാതി വകുപ്പ് ഡയറക്ടർ പദ്ധതിയെക്കുറിച്ച് പതിവായി നിരീക്ഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും പറഞ്ഞു. പക്ഷേ ഇതൊന്നും നടപ്പായില്ല എന്നാണ് പിൽക്കാലത്ത് പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. പദ്ധതി നടപ്പാക്കാനുള്ള കരാർ നൽകിയത് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്ന കെയ്ക്കോ എന്ന സ്ഥാപനത്തിനാണ്. 2017 മാർച്ച് 22 കരാർ ഒപ്പിട്ടു. കരാറിൽ നിരവധി നിബന്ധനകൾ ഉണ്ടായിരുന്നു. വർക്ക് ഓർഡറിൻ്റെ മൂല്യത്തിൻ്റെ 40% ഏജൻസിക്ക് മുൻകൂറായി നൽകും. പിന്നീട് ബില്ല് നൽകുമ്പോൾ, പണി പൂർത്തിയാക്കുമ്പോൾ, നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ലഭിച്ചാൽ 50% കൂടി നൽകും. ആകെ 90% തുക പദ്ധതി പൂർത്തിയാക്കുമ്പോൾ നൽകുമെന്നായിരുന്നു വ്യവസ്ഥ. കരാർ തുകയുടെ 10% സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി സൂക്ഷിക്കും. വാറണ്ടി കാലയളവിന് ശേഷം അത് നൽകുകയുള്ളൂ എന്നാണ് പട്ടികവർഗ വകുപ്പ് പറഞ്ഞിരുന്നത്. പദ്ധതി പൂർത്തിയാക്കിയില്ലെങ്കിൽ തുക തിരിച്ച് അടയ്ക്കണം എന്നും വ്യവസ്ഥ ചെയ്തു. കരാറിൽ വ്യക്തമാക്കിയ സമയത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാതിരിക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്താൽ അതിന് പിഴ ഉൾപ്പെടെ തിരിച്ചടയ്ക്കണം എന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. പരിശോധനയിൽ ഇതുവരെ പണി എവിടെയും പൂർത്തിയാക്കിയിട്ടില്ല. കരാർ നിബന്ധനകൾ സമ്പൂർണമായി ലംഘിച്ചിരിക്കുകയാണ്. ഈ ഏജൻസിക്കെതിരെ ഡയറക്ടർ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സ്ഥാപിച്ച സോളാർ പ്ലാന്റുകളാകട്ടെ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. അനർട്ട് നടത്തിയ പരിശോധനയിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ച ബഹുഭൂരിപക്ഷം സ്ഥലത്തും അത് പ്രവർത്തനരഹിതമാണ്. പട്ടികവർഗ വകുപ്പ് ഡയറക്ടർ നടത്തിയ പരിശോധനയിലും സോളാർ പ്ലാന്റ് പലയിടത്തും പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തനരഹിതമാണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല. പ്ലാന്റിൻ്റെ നടത്തിപ്പിൽ അല്ലെങ്കിൽ അത് സ്ഥാപിച്ചതിലുള്ള പോരായ്മകൾ നിരവധിയാണ്. ബാറ്ററിയുടെ ലൈഫ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്നിലധികം ക്രമക്കേടുകളാണ് പരിശോധനയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും ഡയറക്ടർ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അവർക്ക് അവസാന ഗഡു പൈസയും ക്രമരഹിതമായി തന്നെ കൊടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാറണ്ടിയോ മാറ്റി സ്ഥാപിക്കൽ ഗ്യാരണ്ടിയോ ഒന്നും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് കരുതുന്നത്. സോളാർ മൊഡ്യൂളുകൾക്ക്
10 വർഷാവസാനം വരെ 90%, 25 വർഷാവസാനം വരെ 80% ഉൽപാദനം ലഭിക്കുമെന്നായിരുന്നു വാറണ്ടി നൽകിയത്. ഏജൻസി അത് സമ്മതിച്ചിരുന്നു. എന്നാൽ ബാറ്ററിക്ക് 5 വർഷം വരെ വാറണ്ടി നൽകി. ഇതൊന്നും തന്നെ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. സോളാർ മൊഡ്യൂളുകളെല്ലാം തന്നെ അതിനു മുമ്പേ തന്നെ നാശോന്മുഖമായി എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പ്രോജക്റ്റ് പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് നൽകി പണം വാങ്ങാൻ ഏജൻസികൾ മുന്നിൽ നിന്നു. ഡയറക്ടറേറ്റിൽ നിന്ന് പണവും നൽകി. പ്ലാന്റ് സ്ഥാപിക്കാത്ത സ്ഥലങ്ങളിലാകട്ടെ അടച്ച തുക അല്ലെങ്കിൽ അവർ വാങ്ങിയ തുക തിരിച്ചടക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലും ഡയറക്ടറേറ്റ് ഇടപെട്ടിട്ടില്ല. അടച്ച തുക, അവർ വാങ്ങിയ തുക തിരിച്ചടയ്ക്കണമെന്ന് പറയാൻ പോലും ഡയറക്ടറേറ്റിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എല്ലാ മാസവും പുരോഗതി റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും, വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും അതും പാലിച്ചിട്ടില്ല. പരിശോധനയിൽ ഡയറക്ടർക്ക് ആ റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ പോലും കഴിഞ്ഞില്ല. സോളാർ സംവിധാനം അല്ലെങ്കിൽ സോളാർ പദ്ധതി എന്ന് പറയുന്നത് പട്ടികവർഗ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ട ഒരു പദ്ധതിയായി ചുരുങ്ങി. പദ്ധതി പരിശോധിക്കാൻ എത്തിയ ആളുകൾ അതിൻ്റെ ഫയലുകൾ പരിശോധിച്ചതിൽ നിന്ന് വൻ ക്രമക്കേടാണ് ഈ പദ്ധതിയിൽ അരങ്ങേറിയതെന്നാണ് പറയുന്നത്. ഗുണനിലവാരമില്ലാത്ത ഉപകരണങ്ങൾ വാങ്ങി ഹോസ്റ്റലുകളിൽ എത്തിച്ച് ഈ സോളാർ പ്ലാന്റ് തുടങ്ങിയപ്പോൾ അതിന് ഒരു ഗ്യാരണ്ടിയും നൽകാൻ കഴിഞ്ഞില്ല. ഉൽപാദനം നടന്നില്ല. ഭീമമായ വൈദ്യുതി ചാർജ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട്, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് വലിയ സൗകര്യം നൽകാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി ഇന്ന് വൻ പരാജയമായി തീർന്നിരിക്കുന്നു. ഈ ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ കെട്ടിക്കിടക്കുകയാണ് ഹോസ്റ്റലുകളിൽ. അതിനപ്പുറത്തേക്ക് പദ്ധതി കൊണ്ട് കുട്ടികൾക്ക്, ഹോസ്റ്റലുകൾക്ക് യാതൊരു പ്രയോജനവുമില്ല. കോടിക്കണക്കിന് രൂപ പട്ടികവർഗ വകുപ്പ് ചെലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ പരിശോധിക്കാനും നിർദ്ദേശം നൽകാനും അതിനെ മുന്നോട്ട് നയിക്കുവാനും ഡയറക്ടറേറ്റിന് കഴിയുന്നില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. സോളാർ പദ്ധതി പരാജയപ്പെട്ട പദ്ധതികളിൽ ഒന്നായി ഡയറക്ടറേറ്റും നാളെ എഴുതി തള്ളും.